സൺഡേ ഫണ്ടേയിലെ അതിഥിയുടെ വിശേഷങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു ആക്ടറാണ് ഈ ആക്ടർ. ഈ സിനിമയിലേക്ക് വരാനുണ്ടായിട്ടുള്ള രസകരമായ ഒരു സംഭവമുണ്ട്. അത് നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. ഏവർക്കും പ്രിയങ്കരിയായിട്ടുള്ള ദിവ്യപ്രഭ. ദിവ്യ, വെൽക്കം ടു സൺഡേ ഫണ്ടേ. താങ്ക് യു. സുഖാണോ? സുഖമാണ്. തൃശ്ശൂർക്കാരി കുട്ടിയാണ്. പക്ഷെ നാട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഏതാന്ന് ഭയങ്കര കൺഫ്യൂഷനിലിരിക്കുകയാണ്. കാരണം ഞാൻ ജനിച്ചു വളർന്നൊക്കെ തൃശ്ശൂരായിരുന്നു. പിന്നെ കൊല്ലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു കുറച്ച് റീസൺസ് കൊണ്ട്. അപ്പം എനിക്ക് പറയാൻ ഇഷ്ടം തൃശ്ശൂർ തന്നെയാണ്. അപ്പം ഇത്രയും കഥകൾ ഞാൻ പറയണം. അത് കഴിഞ്ഞ് പത്തനംതിട്ട കുറച്ച് നാള് ഉണ്ടായിരുന്നു. ഇപ്പൊ കൊച്ചിയിലാണ്. കൊച്ചി സെറ്റിൽഡ് ആയി. കൊച്ചിയാണ്. കൊച്ചി സെറ്റിൽഡ് ആയപ്പോൾ ഇപ്പൊ തൃശ്ശൂർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, സ്കൂളിംഗ് പറഞ്ഞു, കൊല്ലം പോയി, പത്തനംതിട്ട. കൊച്ചി സെറ്റിൽഡ് ആയപ്പോ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ? സിനിമ തന്നെ ആയിരിക്കും മാറ്റം എന്തായാലും. കൊച്ചിയിൽ വേണ്ടിയാണോ കൊച്ചിക്ക് മാറിയത് അതോ? ഒരിക്കലും അല്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവിടെ വർക്ക് ചെയ്യുമായിരുന്നു ഒരു എബ്രോഡ് സ്റ്റഡീസിന്റെ കൺസൾട്ടൻസിയിൽ. ശരി. അപ്പം അവിടുന്ന് ജോഗിങ്ങിന് പോയതാണ് ആക്ച്വലി ഞാൻ. അപ്പൊ അവിടെ ഒരു ഷൂട്ടിംഗ് സെറ്റ്, ലോക്പാൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റ് ഉണ്ടായിരുന്നു. അപ്പം എന്നെ അവിടുത്തെ ഒരു കോർഡിനേറ്റർ വിളിച്ചിട്ട് ഇവിടെ നിന്ന് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അപ്പൊ ഞാൻ അപ്പൊ എല്ലാരെയും അടുത്ത് കാണാലോ എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുന്നു. അപ്പം അത് കണ്ട് അവിടുന്ന് എസ് എൻ സ്വാമി സാറും ജോഷി സാറൊക്കെ വിളിച്ചിട്ട് ഒരു ചെറിയൊരു ക്യാരക്ടർ എന്നൊന്നും പറയാനില്ല, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഞാൻ ചെയ്യാം, എനിക്കൊന്നും അറിയില്ല, ചെയ്യാം എന്താണെങ്കിലും. അങ്ങനെയാണ് എന്റെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോറി കേൾക്കണേട്ടോ. ജോഗിങ്ങിന് പോയിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ച ആളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കിത് പറയാൻ ഭയങ്കര മടിയാണ്. അപ്പൊ ഞാൻ പലരും നല്ല ചുമ്മാ കള്ളം പറയല്ലേ. സീരിയസ്ലി അത് നല്ല കാര്യല്ലേ, നമുക്ക് വന്ന് ചേരുന്ന ഭാഗ്യല്ലേ. അതെ അതെ അതെ. അപ്പൊ അത് പറയേണ്ട മടിക്കുന്നു. ഇപ്പൊ ലോട്ടറി അടിച്ചു എന്ന് പറയുന്നത് പറയാൻ നമുക്ക് നാണക്കേട് ഉണ്ടാവില്ലല്ലോ. ഇല്ലില്ല, വിശ്വസിക്കേണ്ട ആൾക്കാര്. അത് കുഴപ്പമില്ല. പിന്നെ അവിടുന്ന് ബാക്കി അവിടുന്ന് അതിലിങ്ങനെ ഒരു സംഭവം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിയാനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി, ഒരു ചെറിയൊരു മൂവി, അതില് തലൈവാസൽ വിജയുടെ മോളായിട്ട് അഭിനയിച്ചു. പിന്നെ നടൻ എന്ന് പറഞ്ഞ മൂവിയില് ചെമ്പിൽ അശോകന്റെ മോളായിട്ട് അഭിനയിച്ചു. പിന്നെ ഇതിഹാസ ചെയ്തു. അതില് കുറച്ചും കൂടി ഒരു അതെ അതെ. പിന്നെ ഇതിഹാസം കണ്ടിട്ടാണോ കെ രാജീവ് സാറിന്റെ സീരിയലിലേക്ക്? കണ്ടിട്ടൊന്നുമല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഇങ്ങനെ. ഞാൻ എപ്പോഴും എനിക്ക് സാറിന്റെ സീരിയൽസ് ഞാൻ പണ്ട് കാണുമായിരുന്നു. പിന്നെ ഇത് ബോബി ആൻഡ് സഞ്ജയുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു ഞാൻ ചെയ്ത സീരിയലിന്റെ. 150 എപ്പിസോഡ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എല്ലാം കൂടി ഞാൻ ഓക്കെ ആയിരുന്നു, ഒത്തു വന്നു. അപ്പൊ അവരെല്ലാരും അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു ആക്ടർ ദിവ്യയുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത്. അതെ അതെ. ഞാൻ തന്നെ വൈകിയാണ് തിരിച്ചറിയുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോ ഇങ്ങനത്തെ ഒരു എല്ലാത്തിനും പേര് കൊടുക്കും, അറിയാത്തതിനും ഒക്കെ പേര് കൊടുക്കും. ഓട്ടോ ഒന്നും എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്ന കാര്യമല്ല, ലാസ്റ്റ് ആയിരിക്കും, എന്നാലും ഞാൻ പേര് കൊടുക്കും. ഒരു നോട്ടം ഒരു പ്രോമിനന്റ് റോളാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. അതെ അതെ. എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് ഇത്രയും പ്രോമിനൻസ് ഉള്ള ഒരു റോൾ ചെയ്തിട്ടില്ല. ഇല്ല, ടേക്ക് ഓഫിലും കുറച്ച് നല്ല റെസ്പോൺസ് കിട്ടി ത്രൂ ഔട്ട് ഉണ്ടായിരുന്നെങ്കിലും ഇതുപോലെ ഒരു ലീഡ് ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോഴാണ്. ഒരു ടീച്ചർ ക്യാരക്ടറാണ് ബബിത ടീച്ചർ. ഒരു പാട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, വളരെ പ്രണയാതുരമായ പാട്ടായിരുന്നു. ഉള്ളിലുള്ള പ്രണയം മുഴുവൻ ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പൊ ഇതുവരെ ആരോടും പുറത്തേക്ക് എടുത്തിട്ടില്ല എന്നാണ്. സിനിമയിൽ എനിക്ക് ഇന്ന് ചിരിക്കാൻ പോലുള്ള അവസരം കുറവായിരുന്നു. ഞാൻ ടേക്ക് ഓഫിൽ എല്ലാത്തിലും കുറച്ച് ദാരിദ്ര്യവും ബോംബും വിഷമവും. അപ്പൊ എല്ലാരും എന്നെ കാണുമ്പോ തന്നെ ഭയങ്കര എന്താ പറയാ, എപ്പോഴും ഒരു ഗ്ലൂമി ആയിട്ടിരിക്കുന്ന ആളാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണോ? അല്ലല്ല, ഒരിക്കലും അല്ല. എത്രത്തോളം ആക്റ്റീവ് ആണ് എന്ന് വെച്ചാൽ ദിവ്യ എത്രത്തോളം ആക്റ്റീവ് ആണ് ആസ് എ പേഴ്സൺ? എന്റെ കംഫർട്ട് സോണിൽ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആണ്. എന്തൊക്കെ ആക്ടിവിറ്റീസ്? ഇപ്പൊ സിനിമ ഡെഫിനറ്റ്ലി ഇപ്പൊ ഒരു പ്ലേ ചെയ്യുന്നുണ്ട്, എ വെരി നോർമൽ ഫാമിലി എന്ന് പറഞ്ഞിട്ട്. റോഷൻ മാത്തിയാണ് ഡയറക്ട് ചെയ്യുന്നത്. 2-3 ഷോസ് കഴിഞ്ഞു. ഒരു കംപ്ലീറ്റ് ഒരു ആർട്ടിസ്റ്റ് ലൈഫ് ലീഡ് ചെയ്യാണ്. അതെ, അങ്ങനെ പറയാം അല്ലെ. നമ്മള് തമാശയിൽ നിർത്തിയെങ്കിലും ഞാൻ വീണ്ടും തമാശയിലേക്ക് വരാം. ആർട്ടിസ്റ്റ് ലൈഫ് ലീഡ് ചെയ്യുന്ന ഈ സമയത്ത് ദിവ്യ എന്ന് പറയുന്ന ഒരു ആൾക്ക് സ്വയം വിലയിരുത്തുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. ഞാനിങ്ങനെ നോക്കി, ഓക്കെ, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ജോഗിങ്ങിന് പോയപ്പോ കിട്ടിയ ഒരു അവസരം, പിന്നെ അവിടെ നിന്ന് കയറി വന്നു എന്നുള്ള ആ ഒരു സമയത്ത് ഒരു എക്സ്പെക്ടേഷനും കൂടി ഉണ്ടാവും. ലൈഫിനെ പറ്റി, നെക്സ്റ്റ് ഒരു ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഒരു എക്സ്പെക്ടേഷൻ ഇല്ല. കാരണം എന്തായാലും പ്ലാൻ ചെയ്യാണ്ടാണ് ഇപ്പം ഇതെല്ലാം സംഭവിച്ചത്. പ്ലാൻ ചെയ്തൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഇതിൽ തന്നെ നിൽക്കാനുള്ള
ഉറച്ച വിശ്വാസം ഉണ്ടോ അതോ അതും പ്ലാൻ ചെയ്തിട്ടില്ലേ? എന്താണെന്ന് വെച്ചാൽ വരുന്ന പോലെ അതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ തമാശയിൽ ഒരു പ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷ ഉണ്ട്, എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഞാൻ എന്താ വിശ്വസിക്കണ്ടേ? ഒരു പ്രതീക്ഷയുടെ ഒരു കച്ചിത്തുരുമ്പെന്നൊക്കെ പറയാം ചെറുതായിട്ട്. എന്നാൽ കൂടി ഞാൻ ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ള ആളല്ല. ലൈഫിനെ പറ്റി അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അതൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പ്ലാനിങ് നടത്താറില്ല. അത് കാരണം ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുക തന്നെയാണ്. പ്ലേ ആണെങ്കിലും. കൊടുമുടിയിൽ നിൽക്കുന്ന ആഗ്രഹം എന്താ ലൈഫിനെ പറ്റി അല്ലെങ്കിൽ സിനിമയെ പറ്റി? എനിക്ക് ഒരുപാട് വ്യത്യസ്തം, ഇപ്പൊ കരിയർ വൈസ് ആണെങ്കിൽ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം. ക്യാരക്ടർ റോളുകൾ ഭയങ്കര ഇഷ്ടമാണ്. വേറെ 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 ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്, ഒരേപോലത്തെ അല്ലാതെ. അതിപ്പോ ഇനി എന്താണെങ്കിലും എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന എന്തും ഞാൻ ചെയ്യും. സിനിമ, സീരിയൽ, അതുപോലെ നാടകം, ഇതിൽ മൂന്നിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇവിടെയും ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടറാണ്. എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന എന്തും ഞാൻ ചെയ്യും. ഇപ്പോഴത്തെ സീരിയൽ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തു 150 എപ്പിസോഡ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ എല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് പോകുമ്പോൾ അതിന്റെ ഒരു ടൈറ്റ്നെസ് പോവും, അതിന്റെ സ്റ്റോറിന്റെ ഒരു സാധനം അങ്ങ് വിട്ടു പോവും. അപ്പൊ പിന്നെ എനിക്ക് ഇപ്പം മലയാളത്തിലുള്ള സീരിയൽസ് വെച്ചാണെങ്കിൽ എനിക്ക് സീരിയൽ ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പൊ ഞാൻ ചെയ്യുന്ന പ്ലേ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് വോയിസ് എക്സസൈസും ഐ എക്സസൈസും അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ പ്ലേ എന്തിനെ പറ്റിയുള്ളതാണ്? അതൊരു ഫാമിലി ഒരു ഡാർക്ക് കോമിക് ആണ്. ഓക്കെ. അതില് ദിവ്യ ചെയ്യണത് എന്താ? ഞാൻ മോളിയമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഒരു 50-55 വയസ്സുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് ഭയങ്കര ചലഞ്ചിങ് ആണ്. അതെ, വെരി ചലഞ്ചിങ്. ഇപ്പൊ വയസ്സ് ഞാൻ ചോദിക്കുന്നില്ല, അല്ല എനിക്ക് 27 വയസ്സാണ്. ഓക്കെ. അതിന്ന് ഒരു 55 വയസ്സിലേക്ക്, എസ്പെഷ്യലി തിയേറ്റർ നാടകം എന്ന് പറയുമ്പോ ടോട്ടലി സ്റ്റേജ് എക്സ്പീരിയൻസ് ആണ്, ലൈവായിട്ട് അത്രയും നേരം ചെയ്യണം. അപ്പൊ അതെങ്ങനെയാണ് എടുത്തത്? എനിക്ക് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഡ്രാമയെങ്കിലും കറക്റ്റ് ആയിട്ട് ഒരെണ്ണം ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹത്തിന്റെ പുറത്തൊക്കെ കമ്മിറ്റ് ചെയ്യില്ലേ, അല്ലാണ്ട് കോൺഫിഡൻസ് ഒന്നുമല്ല എന്നെ പറയണ്ട. ഞാൻ ശരിക്കും ഈശ്വര ഡയലോഗ്സ് ഒന്നും മറന്നു പോവല്ലേ എന്നുള്ളത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്തോ അത് സക്സസ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ. ആ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിട്ടുള്ളത് എന്താണ് പ്രചോദനം നൽകിയിട്ടുള്ളത്? എന്താണ്? ഓൾറെഡി റോഷനും ദർശനയും കനിയും ഒക്കെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. അപ്പം ഒരുപാട് പഠിക്കാനുണ്ട് എന്തായാലും. ടോട്ടലി ഡിഫറെന്റ് ആണ്, ഫിലിം അല്ലല്ലോ എന്തായാലും. ഏതാ കൂടുതൽ ആസ്വദിച്ചത്, ഫിലിമാണോ? രണ്ടും രണ്ട് രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടെ എന്താ പറയാ, പ്രസൻസ് ഓഫ് മൈൻഡും ഭയങ്കര കോൺസെൻട്രേഷനും അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് റിഹേഴ്സൽ ടൈം തൊട്ട് നമ്മൾ അതിനു വേണ്ടി നിൽക്കേണ്ട ഒരു സംഭവം വരുന്നുണ്ട്, എന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ആസ്വാദനത്തിന്റെ ലെവൽ ഇതിലല്ല പറയണ്ടേ, കുറച്ചും കൂടെ ടഫാണ് നാടകം ചെയ്യാൻ തോന്നുന്നത്. സിനിമ ഈസി ആണെന്നല്ല പറയണേ, കുറച്ചും കൂടെ ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ടല്ലോ സിനിമയിൽ. ഇതിൽ നമ്മൾ അത്രയും നേരം ലൈവായിട്ട് നിന്ന് പെർഫോം ചെയ്യുന്നത് അത്ര ഈസി അല്ല എന്ന് തോന്നിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും പ്രതീക്ഷിക്കാതെ സിനിമയിലേക്ക് വന്നു. ചില ക്യാരക്ടർ റോൾസ് ചെയ്തു, സീരിയൽസ് ചെയ്തു, ഒരുപാട് ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ടേക്ക് ഓഫിന്റെ കാര്യം പറഞ്ഞു. തമാശയിലൊക്കെ എത്തി നിൽക്കുന്ന ദിവ്യ എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ ഏറ്റവും വലിയ അംബീഷൻ എന്താ? ഒരു ആക്ടറിന്റെ ഏറ്റവും വലിയ അംബീഷൻ എന്തായാലും നല്ല ആക്ടർ ആവുക എന്നുള്ളതായിരിക്കും. എവിടെയാണോ ആള് നിൽക്കുന്നത് അതിൽ നിന്ന് കുറച്ചും കൂടി നന്നായിട്ട് നല്ലൊരു. എങ്ങനെയാ വിലയിരുത്തുക? നമുക്ക് വിലയിരുത്താൻ പറ്റില്ലേ സിനിമകൾ കാണുമ്പം, അല്ലെങ്കിൽ വേറെ ആക്ടേഴ്സിന്റെ സിനിമ കാണുമ്പം ഈ ആക്ടർ അതിനേക്കാളും കുറച്ചും കൂടി ഒരു സ്റ്റെപ്പ് മുകളിൽ വന്നിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു ഗ്രോത്ത്. എനിക്ക് സോബിൻ എന്റെ ഫേവറേറ്റ് ആക്ടറാണ് സോബിൻ. എനിക്കങ്ങനെ തോന്നാറുണ്ട്, എല്ലാ സിനിമകളിലും കുറച്ചും കൂടി മേളിലോട്ട് വരുന്ന പോലെ തോന്നാറുണ്ട്. അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ് സൗബിൻ എന്നാണ് ഞാൻ അത് ചോദിക്കാൻ വരായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ആക്ടർ ഉണ്ടോ മലയാളത്തിൽ? എനിക്ക് ആക്ട്രസ് ഇപ്പം നിമിഷയുടെ ആക്ടിങ്ങിൽ ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആണ്. ടേക്ക് ഓഫിലും പാർവതി ചെയ്തിരിക്കുന്നത് എനിക്ക് അങ്ങനെ. ഓക്കെ. റോൾ മോഡൽസ് എന്ന് പറയാൻ പറ്റില്ല. അടുത്ത ചോദ്യമായിരുന്നു. റോൾ മോഡൽസ് ആരൊക്കെയാണ്? എനിക്ക് ആരും ഇല്ല, കണ്ടുപിടിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം.
എനിക്ക് ഇഷ്ടമല്ല ചോദിക്കുമ്പോ ഇന്ന ആളെന്റെ റോൾ മോഡൽ ആണെന്ന് പറയും, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല ആരും. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുട്ടിയുടെ അടുത്ത് സംസാരിക്കുന്നത്. അല്ല, അങ്ങനെ സംസാരിക്കാൻ ഒരു കഴിവ് വേണം. ഇത്രേ ഉള്ളൂ, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് സംസാരിക്കാൻ. മനഃപൂർവ്വമല്ല, അല്ല, എനിക്ക് മനസ്സിലായി, മനഃപൂർവ്വമല്ല എന്നത് പറയണ കേൾക്കുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാന് വരണ സമയത്ത്, അതായത് ദിവ്യാണ് വരണേന്ന് പറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മളിവിടെ വരണ ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ നോക്കുമല്ലോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ പറഞ്ഞ പോലെ ബിസിനസ് ആണ് പഠിച്ചത്, HR എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, അതിന്റെ ലെവലിൽ ഈ കുട്ടിക്ക് എന്തായാലും കുറച്ച് സംസാരിക്കാനുണ്ടാവും, പക്ഷെ അവിടുന്ന് തുടങ്ങാം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഞാൻ ആദ്യം റൂമിൽ വന്ന് കണ്ടപ്പോ ദിവ്യ നമസ്കാരം, ആ നമസ്കാരം, പിന്നെ ഒരു സൈലൻസ് ആണ്. ജനറലി ഇങ്ങനെയാണോ? എനിക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി ഞാൻ ഇന്ന പോലെ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം കുറച്ച് ഇൻട്രോവേർട്ട് ആണ്, കുറച്ച് എക്സ്ട്രോവേർട്ട് ആണ്. എപ്പോഴൊക്കെ എക്സ്ട്രോവേർട്ട് ആവണം? എന്റെ കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് ഞാൻ കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ല. ഇപ്പൊ ഞാൻ എന്റെ ഒരു മനസ്സിലാവുന്നില്ല, വരണ ഒരു സമയമായിട്ടേ ഉള്ളൂ. ഓക്കെ, കംഫർട്ടബിൾ ആയിട്ടുള്ളവരുടെ അടുത്ത് എക്സ്ട്രോവേർട്ടും അല്ലാതെ സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ വരാറുണ്ട് ചിലപ്പോ. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്താ? എന്റെ ചളു സഹിക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. അതൊക്കെ പറയുമല്ലേ? സ്വയം പറഞ്ഞ ചളുവിൽ ഓർത്ത് വെക്കുന്ന കാര്യം എന്താ? സത്യമായിട്ടില്ല, അത് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ പറയുന്നതല്ലേ. ഓക്കെ, വെള്ളി വീഴാറുണ്ടോ? വെള്ളി വീഴാറുണ്ടോ? പാട്ട് പാടലുണ്ടോ എന്ന് ചോദിച്ചപ്പോ നേരത്തെ പാടില്ല എന്ന് പറഞ്ഞു. ലൈക് ചെറുപ്പത്തിൽ പാടിയിട്ടുണ്ട്, പാടലില്ല. പാട്ട് നമ്മൾ പാടുമല്ലോ, എല്ലാരും പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? എനിക്കിപ്പോ തമാശയിലെ പാട്ടാണ് ഇഷ്ടം. ഇപ്പൊ ഇറങ്ങിയ പാട്ട്? ഓക്കെ, അതറിയോ? എന്നെ ഷഹബാസമൻ ബ്ലോക്ക് ചെയ്യും. ഞാൻ പറയാം, ഞാൻ മുമ്പേ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കാം, പ്ലീസ് ഈ കുട്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് ഒന്ന് ക്ഷമിച്ചേക്കണേന്ന് പറയാം. ഞാൻ ശ്രമിക്കാം. പാടി ഞാൻ മൂലക്കമാലേ ഒരു പാട്ട് തന്നാലേ മൂളി ഞാൻ ഇതിലൊരു പ്രത്യേക വാക്കുണ്ടല്ലോ, എന്താ? പ്രണയത്തിന്റെ പ്രേമത്തള്ള്. അങ്ങനെ ഒരു തള്ളുണ്ടോ തമാശയിൽ? തീർച്ചയായിട്ടും ഫുൾ പ്രേമത്തള്ളുകളായിരിക്കും. ഈ തള്ളെന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാ? പ്രേമത്തല്ലാത്തത് ഉണ്ടാക്കി പറയാന്നുള്ള തള്ളാണോ, അതോ ശ്രീനിവാസൻ സാറിന്റെ ചില തള്ളുകളൊക്കെ ആയിരിക്കാം, ഇപ്പഴേ പറയുന്നില്ല. കുട്ടി ചളുവിടെ ഒരു ചെറിയ സെഷനിലേക്ക് കടന്നിട്ടുണ്ട്, ഇപ്പോഴാണൊന്ന് ഹൈപ്പറായിട്ട് വരണേ. ശരി, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, ഞാൻ ഏറ്റവും ഇളയ കുട്ടിയാണ്. 2 ചേച്ചിമാരാണുള്ളത്. മൂത്ത ചേച്ചി ഗുജറാത്തിലാണ്, രണ്ടാമത്തെ ചേച്ചി അബുദാബിയിലാണ്. അവര് കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാരും സെറ്റിൽഡ്, കുട്ടികളൊക്കെ ആയി അങ്ങനെ. ഓക്കെ, ഇവിടെ അച്ഛനും അമ്മയും ഉണ്ടോ? എറണാകുളത്തില്ല, എറണാകുളത്ത് ഇടയ്ക്ക് അവര് വരും. അച്ഛനും അമ്മയും കൊല്ലത്താണുള്ളത്. അടുത്ത പ്രൊജക്ട്സ്? അടുത്തത് ടേക്ക് ഓഫിന്റെ സെയിം ടീം തന്നെ, മഹേഷ് നാരായണനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റും ആള് തന്നെയാണ്. ആ മൂവിയാണ് അടുത്തത്. സിനിമ പേരിട്ടിട്ടില്ല? പേര് ഇട്ടിട്ടില്ല. ബാക്കി ടെക്നീഷ്യൻസിനെ തീരുമാനിച്ചിട്ടില്ല? സാനു ചേട്ടൻ തന്നെ ആയിരിക്കും ക്യാമറ, ടേക്ക് ഓഫിന്റെ സെയിം. ഫഹദും പാർവതിയാണ് അതില് ചെയ്യുന്നത്. ഞാനും അതിന്റെ ഒരു ഭാഗമായിരിക്കും. വളരെ സന്തോഷം അതറിഞ്ഞതില്. ഇനിയും നല്ല നല്ല ക്യാരക്ടേഴ്സ്, ആഗ്രഹിച്ച പോലെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ പ്രേയേഴ്സ് ദിവ്യ. കാണുമ്പോ കുറച്ചും കൂടി നമുക്ക് ഉള്ളിൽ തുറന്ന് സംസാരിക്കാം. ഓക്കെ.